മാധ്യമപ്രവർത്തകരെ കബളിപ്പിക്കാനും ഈ അനന്തകൃഷ്ണൻ ഒരു ശ്രമം നടത്തി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സ്കൂട്ടർ വിതരണത്തിന് ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് മാധ്യമപ്രവർത്തകരുടെ സംഘടന, പ്രത്യേകിച്ചും പ്രസ് ക്ലബ്ബ് അത് കൃത്യമായി തിരിച്ചറിയുകയും ₹1 പോലും മാധ്യമപ്രവർത്തകർക്ക് നഷ്ടപ്പെടാതെ അതിൽ നിന്നും വിദഗ്ധമായി തലയൂരുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രസ് ക്ലബ്ബിനെയും അന്വേഷണ വിധേയമാക്കുന്നു എന്നുള്ള വാർത്തകൾ, വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. ഈ പ്രസ് ക്ലബ്ബിനെ ഏത് തരത്തിലാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിച്ചത്? അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പ്രസ് ക്ലബ്ബ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അത്തരം കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് വിനീഷ്. തീർച്ചയായിട്ടും നിലവിൽ 2 വർഷം മുമ്പാണ് ഈ ഒരു NGO നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സമീപിക്കുന്നതും അതിനുശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവർ പകുതി വിലയ്ക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് വാഹനങ്ങൾ നൽകും, ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ ലാപ്ടോപ്പും നൽകുമെന്ന ഒരു വാഗ്ദാനം അന്നത്തെ ഭരണസമിതിക്ക് മുന്നിൽ വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറച്ച് വിശ്വാസ്യത തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് അടുത്തു വന്ന ഭരണസമിതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ ചെറിയ അവ്യക്തതകളുണ്ട്, CSR ഫണ്ടുമായി ബന്ധമില്ല, ഇതിൽ ചെറിയ തട്ടിപ്പുകൾ ഉണ്ട് എന്ന് ഇതിൽ തന്നെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് കടക്കുമ്പോൾ ആ പ്രസ് ക്ലബിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിഭാഗം, മറ്റു പ്രസ് ക്ലബിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജേർണലിസ്റ്റുകൾ ചേർന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ ചേർന്ന് നടത്തിയ വലിയ വ്യാജ വാർത്തകളാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് 127 മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രസ് ക്ലബിനെ 127 മാധ്യമപ്രവർത്തകരെ അപമാനിക്കാനുള്ള ഒരു ശ്രമവും നിലവിൽ ഈ ഒരു മറ്റൊരു സംഘത്തിന്റെ, പ്രസ് ക്ലബിനെതിരായി നിൽക്കുന്ന ഒരു സംഘത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രസ് ക്ലബ്ബ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഒരു മാധ്യമപ്രവർത്തകന്റെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. ഈ NGOയുമായി മറ്റ് ഏതൊരു തരത്തിലുള്ള പണമിടപാടും നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഈ ഒരു NGO നമ്മളെ സമീപിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം, പ്രസ് ക്ലബിനെ സമീപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വാഹനങ്ങൾ വേണ്ട മാധ്യമപ്രവർത്തകരുടെയും ലാപ്ടോപ്പ് വേണ്ട മാധ്യമപ്രവർത്തകരെയൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ അതിനുശേഷം ഇത് തട്ടിപ്പാണെന്ന് പൂർണ്ണമായും തിരുവനന്തപുരം പ്രസ് ക്ലബിന് മനസ്സിലാകുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ അത്യത്തിൽ ആ ഒരു നടപടിക്രമത്തിൽ നിന്ന് പ്രസ് ക്ലബ്ബ് പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പ്രസ് ക്ലബിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ നടത്തുന്ന വ്യാജ പ്രചരണമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭരണസമിതി പ്രസിഡന്റ് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ മാധ്യമപ്രവർത്തകരെ കബളിപ്പിക്കാൻ ഈ ഒരു NGOയ്ക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു വലിയ പകുതിവില തട്ടിപ്പുകാരന് സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അതെ, വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് വിനീഷ് നൽകിയത്.